പാത നിർമ്മാണം പൂർത്തിയാകാതെ കരാറുകാരൻ പോയി. ഫണ്ട് തികയാത്തത് മൂലമാണെന്ന് വാർഡ് മെമ്പർ. കാന്തല്ലൂർ പുത്തൂർ ഗ്രാമത്തിലേക്കുള്ള പാതയാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചത്. എന്നാൽ പണി പൂർത്തീകരിക്കാതെ ചെറുമഴ പെയ്താൽ പോലും പാത തകരുന്ന തരത്തിലും വാഹനങ്ങൾ കയറാത്ത തരത്തിലും പാതയുടെ നിർമ്മാണം ഇടവഴിക്ക് ഉപേക്ഷിച്ചു പോയി എന്നാണ് ഗ്രാമവാസികൾ ആരോപിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗ്രാമത്തിലേക്കുള്ള കയറുന്ന പഴയ പാത പൊളിച്ചുമാറ്റി പുതിയതായി ഫണ്ട് വകയിരുത്തി കരാറുകാരനെ ഏൽപ്പിച്ചത്. എന്നാൽ കരാറുകാരൻ കയറ്റത്തിലുള്ള ഈ പാത അശാസ്ത്രീയമായി കല്ലുകൾ നിരത്തി ചെറിയ തോതിൽ മാത്രം കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചുവെന്നും പാതയുടെ തുടക്കം വാഹനം കയറാത്ത തരത്തിൽ പണി ഉപേക്ഷിച്ചു പോയി എന്നുമാണ് ഗ്രാമവാസികൾ ആരോപിക്കുന്നത്. ഇപ്പം ഒരു വണ്ടി കയറാനുള്ള ഭാഗത്തിലാണ് ഒരു റോഡ് ഇടുന്നത്. ഇപ്പം പഞ്ചായത്ത് ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ 6-ാം വാർഡിലെ പുത്തൂരിൻ്റെ മെമ്പർ, കോൺഗ്രസിൻ്റെ മെമ്പറാണ്, മുരുകയാണ്. ഈ മെമ്പറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഈ പണി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ റോഡ് ഇതേ കണ്ടോ, ഇതാണ് ഈ ഗ്യാപ്പാണ് റോഡ്. ഈ ഗ്യാപ്പിൽ ഇതെങ്ങനെ വണ്ടി കയറും? ഇതേ കണ്ടോ, ഈ റോഡ് ഈ കോൺക്രീറ്റ് ഇട്ടേക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്. അവർ ഇതിൻ്റെ അകത്ത് കല്ലിട്ടിട്ട് മൊത്തം മേളിൽ ഒരു ഇഞ്ച് പോലും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഈ കല്ലിട്ടിട്ടാണ് മൊത്തം കോൺക്രീറ്റ് ചെയ്തേക്കണത്. ഈ മെമ്പറിൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇതിന്. അത് നോക്കിങ്ങാണ്ട് ജനപ്രതിനിധിയല്ലേ, പുള്ളിയാണ് ഇത് ഏക്കേണ്ടത്. പുള്ളി ഇത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഈ കോൺക്രീറ്റ് ഒന്നും കൂടി നോക്കി നല്ലപോലെ ചെയ്യണം. ഇതേ കണ്ടോ, ഇതെങ്ങനെയാണ് ഈ വണ്ടി എങ്ങനെ പോകും? ഇതേ കണ്ടോ, ആ സാധനമായിട്ട് പോയി ഇതേക്ക് ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒടിച്ചു പോകും. ഈ സാധനമൊക്കെ ഇതിപ്പോൾ ഒരു ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഒടിച്ചു പോകും. ഈ സാധനം ഇങ്ങോട്ട് ഫിറ്റ് ചെയ്താലേ ഈ റോഡ് ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്താലേ ഈ റോഡ് നന്നായിട്ട് കിടക്കുള്ളൂ. ഈ സമയം അതേ കണ്ടോ, ആ സാധനം മണ്ണിൻ്റെ മേളിലാണ് കോൺക്രീറ്റ് ചെയ്തത്. ആ മണ്ണും അത് ചെറിയൊരു വെയിറ്റുള്ള ഒരു ചെറിയ വണ്ടി കയറിയാൽ ആ സാധനം പൊളിഞ്ഞ് താഴെ വരും. ആ സാധനം അതും കൂടി നോക്കണം. ഇത് മെമ്പർ ഫുൾ ഉത്തരവാദിത്തമാണ്. ഈ മെമ്പർ തന്നെ ഇത് കൈകാര്യം ചെയ്ത് ഉടൻ തന്നെ ഇത് തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ജനങ്ങളായിട്ട് ഇത് പുത്തൂർ ഗ്രാമത്തിൻ്റെ ആൾക്കാർ മൊത്തമായിട്ട് ഞങ്ങൾ ഇത് കേസിനും പോകും. നമ്മൾ ഇത് അന്വേഷണം നടത്താനും ചെയ്യും. ഈ കോൺക്രീറ്റ് നല്ലപോലെ ചെയ്യണം. ഇത് ഉടൻ തന്നെ ഇത് ജോയിന്റ് ചെയ്ത് വണ്ടി കയറാനുള്ള ഭാഗത്ത് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേസമയം അനുവദിച്ചിരുന്ന ഫണ്ട് തീർന്നതിനാലാണ് പണി ഇടവഴിക്ക് നിർത്തിയിരിക്കുന്നതെന്നും അടുത്ത പദ്ധതി രൂപീകരിച്ച് പണി പൂർത്തീകരിക്കുമെന്നും വാർഡ് മെമ്പർ മുരുകയ്യ പറഞ്ഞു. അതോടൊപ്പം എഞ്ചിനീയേഴ്സ് കൃത്യമായ കണക്കും അളവും രേഖപ്പെടുത്തി നിർമ്മാണം ആരംഭിച്ചത് എങ്ങനെയാണ് ഇടവഴിക്ക് ഉപേക്ഷിക്കാൻ ആകുക എന്നും അടുത്ത ഫണ്ട് വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നത് വരെ തങ്ങൾ എങ്ങനെയാണ് ഈ പാത ഉപയോഗിക്കുന്നതെന്നും ജനങ്ങൾ ചോദിക്കുന്നു. ഈ ഫണ്ട് പാസ്സായി വരുന്നവരെ ഇതിൽ വണ്ടി തിരിയും. നമ്മളിത് എപ്പോഴും വണ്ടി ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വണ്ടി തിരിയുമ്പോൾ അത് പൊടിഞ്ഞ് പോയി ഒരു മഴയും വന്നു കഴിഞ്ഞാൽ ആ പരിപാടി ചെയ്യും, ആ കെട്ടിൻ്റെ പരിപാടി ചെയ്യും. ഗ്രാമക്കാർ മൊത്തത്തിൽ ഒന്നിച്ചിരുന്ന് ഇവിടെ 150 ആൾക്കാർ ഒന്നിച്ചിരുന്ന് പറഞ്ഞിട്ടും കോൺട്രാക്റ്റുകാരൻ ശ്രവണം തെരഞ്ഞ പറഞ്ഞ പുള്ളി കേട്ടില്ല. പുള്ളി ജനങ്ങളെ മൊത്തം അവമതിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളി അങ്ങനെയാണ് ചെയ്യുന്നത് പരിപാടി. ഇതില്ലെങ്കിൽ ഈ സാധനം ഇങ്ങോട്ട് വിടും. ഇത്ര സ്ഥലം ഇത് കുറച്ച് ഒരു കൂടി വെച്ചത് 10,000 രൂപയുടെ ചിലവേ ഉള്ളൂ. ഇത് സാധനം വിട്ടിട്ട് പോവോ? മനഃപൂർവ്വം ചെയ്ത പണിയത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വം ചെയ്ത പണിയാണ് ഇത് ചെയ്തേക്കണത്. ഇതിന് കൂട്ടത്തിൽ വാർഡ് മെമ്പറും കൂടി ഇതിന് ഉത്തരവാദിയാണ്. പുള്ളി മെമ്പറുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഇതിങ്ങനെ ചെയ്യേണ്ട ജനങ്ങളുടെ പ്രതിനിധിയല്ലേ പുള്ളിയും കൂടി ഇത് പറഞ്ഞ് ഇത് സെറ്റിലാക്കണ്ട. ഈ കാര്യം ചെയ്യണ്ടേ കറക്റ്റായിട്ട്? ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷയം.